നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ബിജു മാത്യൂസ്. യോഗയ്ക്കും മെഡിറ്റേഷനും ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇവ പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ദിനചര്യ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യാം. എന്താണ് യോഗ എന്നും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെലുത്തുന്ന ചില ഗുണങ്ങളും എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ പിരി അയക്കാൻ യോഗയ്ക്കുള്ള കഴിവ് അതുല്യമാണ്. സങ്കീർണമാംവിധം ആളുകൾ വളയുകയും പിരിയുകയും നിവരുകയും ചെയ്യുന്ന വെറുമൊരു ശാരീരിക വ്യായാമ മുറയാണ് യോഗ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് യോഗയുടെ ഉത്ഭവം. പൗരാണിക ഇന്ത്യൻ ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ. ഇന്ത്യ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണിത്. 12 വയസ്സ് കഴിഞ്ഞ ആർക്കും യോഗ അഭ്യസിക്കാം. ആയുസ്സും ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നതാണ് യോഗയുടെ മുഖ്യ ലക്ഷ്യം. ശരീരത്തിന്റെ വളവുകൾ യോഗയിലൂടെ നിവർത്തി ശ്വാസകോശത്തിന്റെ പൂർണ്ണ സംഭരണ ശേഷിയിലേക്ക് എത്തിക്കുകയും ഇതുവഴി പ്രാണവായുവിന്റെ ഉപയോഗം ശരിയായ നിലയിൽ എത്തിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പ്രാണവായു രക്തത്തിലൂടെ തലച്ചോറിലെത്തുന്നു. ഇത് തലച്ചോറിന്റെ പ്രവർത്തനം ഉന്നതിയിലെത്തിക്കുന്നു. പതിവായി യോഗ അഭ്യസിക്കുന്നത് ഉയർന്ന ചിന്തകൾ ഉണ്ടാക്കുന്നു, വികാര നിയന്ത്രണം സാധ്യമാകുന്നു, ആത്മീയ ഉന്നതി ലഭിക്കുന്നു, ശാരീരിക മാനസിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു. സമ്മർദ്ദം അഥവാ ടെൻഷൻ പലപ്പോഴും ശരീരത്തെയും മനസ്സിനെയും ഗുരുതരമായി ബാധിക്കാറുണ്ട്. ഇത് നമ്മുടെ ഉറക്കത്തിനും ഭക്ഷണശീലത്തിനുമെല്ലാം തടസ്സമുണ്ടാക്കുകയും ദിവസത്തെ മുഴുവനായും മോശപ്പെട്ടതാക്കി മാറ്റുകയും ചെയ്യുന്നു. സ്ട്രെസ് കുറച്ചുകൊണ്ട് മികച്ച ഉറക്കം നൽകാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ആരോഗ്യകരമായ മെറ്റബോളിസവും രോഗപ്രതിരോധ ശേഷിയും എന്നിങ്ങനെ ശാരീരിക വ്യവസ്ഥിതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരു നല്ല യോഗാശീലം സഹായിക്കും. ആരോഗ്യകരമായ നിരവധി സ്ട്രെച്ചുകളും പോസുകളും കൊണ്ട് സമ്പന്നമാണ് യോഗ. ഇതിൽ പലതും ശാരീരിക വഴക്കവും സന്തുലിതാവസ്ഥയും മെച്ചപ്പെടുത്തി സൗന്ദര്യം നിലനിർത്താൻ സഹായകമാണ്. വ്യത്യസ്ത യോഗാ രീതികൾ പേശികളിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തി ഇവയ്ക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും നഷ്ടപ്പെട്ടുപോയ ബലം മികച്ച രീതിയിൽ വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്യും. ആയതിനാൽ ജിമ്മിൽ പോകാതെ തന്നെ നമ്മുടെ പേശികൾ മെച്ചപ്പെടുത്താൻ കഴിയും. പേശികൾ ഉപയോഗിച്ച് ചെയ്യുന്ന യോഗാ വ്യായാമങ്ങൾ പ്രായമായവരിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും വീഴ്ചകളും തടയാനായി സഹായിക്കും. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നിർദ്ദേശിക്കുന്നത് സ്ഥിരമായി യോഗ ചെയ്യുന്നത് വഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ്. കൃത്യമായ യോഗ വ്യായാമശീലം രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് കുറച്ചുകൊണ്ട് ഹൃദയത്തിന് ആവശ്യമായ സംരക്ഷണം നൽകും. ആന്തരിക അവയവങ്ങളുടെ വ്യായാമം കൃത്യമായി നടക്കുന്നത് വഴി ആന്തരിക ഗ്രന്ഥികൾ ശക്തിപ്പെടുന്നു. കൂടാതെ രക്തശുദ്ധീകരണവും തടസ്സമില്ലാത്ത രക്തചംക്രമണവും നടക്കുന്നു. മനസ്സുഖം, സന്തോഷം, സമാധാനം, ശാന്തി എന്നിവ പരത്തുന്നു. നിലവിലുള്ള രോഗങ്ങൾ കുറയാനും ഭാവിയിൽ രോഗസാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഉന്നതമായ തലത്തിലുള്ള ദൈവവിശ്വാസവും ഭക്തിയും നേടുന്നതിനാൽ മതഭ്രാന്തും വർഗീയ വിഭാഗീയ സങ്കുചിത കാഴ്ചപ്പാട് മാറ്റി പ്രകൃതിയിലെ സർവചരാചരങ്ങളോടും സ്നേഹ ബഹുമാനങ്ങൾ കൈവരും. ദുശ്ശീലങ്ങളെ നിയന്ത്രണത്തിലാക്കാനോ കുറയ്ക്കാനോ കഴിയുന്നു. കൃത്യനിഷ്ഠതയും ചിട്ടയും അനുസരണശീലവും ലക്ഷ്യബോധവും നേടാനാകുന്നു. യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നേരത്തെ ഉണരാൻ ശീലിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെയോ ഈശ്വരനെയോ സങ്കല്പിച്ച് എഴുന്നേൽക്കുക. വെറും വയറ്റിൽ 1 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക. തലേന്ന് 2-3 തുളസിയില ഇട്ട് വെച്ചിരുന്ന വെള്ളമോ ചെറുനാരങ്ങയിൽ തേൻ ചേർത്ത വെള്ളമോ ആയാൽ വളരെ നല്ലത്. അതിനുശേഷം പ്രഭാത കൃത്യങ്ങൾ കൃത്യമായി ചെയ്യുക. ശേഷം ശബ്ദം, പൊടി, പുക എന്നിവയില്ലാത്ത ശാന്തമായ നല്ലതുപോലെ വായുസഞ്ചാരമുള്ള മുറിയിൽ കട്ടിയുള്ളതും നീളവും വീതിയുമുള്ള വിരിപ്പ് വിരിച്ച് കിഴക്ക് അഭിമുഖമായി യോഗ ചെയ്യുക. അസൗകര്യമെങ്കിൽ മാത്രം വടക്കോട്ടുമാവാം. വെറും തറയിലോ കട്ടിലിലോ യോഗ പാടില്ല. പായ, ഷീറ്റ്,
വിരിപ്പിലായിരിക്കണം യോഗ ചെയ്യേണ്ടത്. ശരീരത്തിലെ ഉയർന്ന ഊർജ വിതരണം തറയിൽ എർത്ത് ചെയ്തു പോകാതിരിക്കാൻ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. യോഗയുടെ കൂടെ മറ്റുള്ള കഠിന വ്യായാമങ്ങൾ പറ്റില്ല. എങ്കിലും രാവിലെയുള്ള നടത്തം ആവാം. വൈകുന്നേരം ലളിതമായ കളികളിലും ഏർപ്പെടാം. ഗർഭിണികളും വയ്യാതിരിക്കുന്ന ദിവസങ്ങളിൽ സ്ത്രീകളും യോഗ ചെയ്യരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിൽ യോഗ ഫലം ചെയ്യില്ല. ദിവസവും ഒരല്പനേരം യോഗ ചെയ്യാനായി മാറ്റിവെച്ചാൽ ഗുണങ്ങൾ ഏറെയാണ്. ആരോഗ്യം നിലനിർത്തുന്നതിന് പുറമെ നമ്മൾ ആഗ്രഹിക്കുന്ന ശരീര സൗന്ദര്യം നൽകാനും യോഗയ്ക്ക് കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൂടാ? ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമന്റുകളായി അറിയിക്കുക. വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു.